79 ആക്കി. ക്ലിയർ ആയില്ലേ എനിക്ക്? 29th ആക്കി. 29. അപ്പൊ നമുക്കിന്ന് ഇപ്പൊ ഒരു സെക്ഷൻ നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് മോഡ്യൂൾസിലെ കപ്പിൾസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കപ്പിൾസ് എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് ടു ഈക്വൽ ആൻഡ് അൺഈക്വൽ പാരൽ ഫോഴ്സ് ഈസ് നോൺ ആസ് കപ്പിൾസ്. രണ്ട് പെയർ ഓഫ് ഈക്വലോ അൺഈക്വലോ ആയിട്ടുള്ള പാരൽ ഫോഴ്സ് തന്നെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. ഈ ഫിഗർ ഒന്ന് നോക്കിയേ. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഇതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ബ്രാക്കറ്റിൽ കൊടുക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. എഫ് എന്ന് പറയുന്നത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. എഫ് രണ്ട് സൈഡിലും ഈ ഫിഗറിന്റെ ഇതൊരു മാഗ്നിറ്റ്യൂഡ്, ഇതൊരു മാഗ്നിറ്റ്യൂഡ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് രണ്ട് സ്ഥലത്തും ഈക്വൽ ആയിരിക്കും. ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ ഇതും 10 ആയിരിക്കും. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതുപോലെ ലൈൻ എന്ന് പറയുന്നത് പി ലൈൻ മുകളിലേക്കും പി ലൈൻ താഴേക്കും. അപ്പൊ ഇത് എന്താണ്? പാരലാണ്. അപ്പൊ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കണം. അതുപോലെ ഇതിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പൊ ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കണം. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒന്ന് മാഗ്നിറ്റ്യൂഡ് എഫിന്റെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ലൈൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ കപ്പിൾ. ക്ലിയർ ആണത്? ഇനി ആം ഓഫ് എ കപ്പിൾ. ആം ഓഫ് എ കപ്പിൾ എന്ന് പറഞ്ഞാൽ ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിൽ നിന്നും ഈ രണ്ട് ഫോഴ്സുകൾക്ക് ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡീസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ആം ഓഫ് കപ്പിൾ. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പാരലൽ ആയിട്ടുള്ള ഫോഴ്സസ് ആണ്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് ആം ഓഫ് കപ്പിൾ ഡി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്ലെയിൻ ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞാൽ എ പ്ലെയിൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട് ഈസ് കോൾഡ് പ്ലെയിൻ ഓഫ് കപ്പിൾ. പ്ലെയിനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് മൊമെന്റം ഓഫ് കപ്പിൾ. മൊമെന്റം ഓഫ് കപ്പിൾ എന്ന് പറയുമ്പോൾ മൊമെന്റം ഓഫ് കപ്പിൾ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ആം ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ സാധാരണ മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് തന്നെയാണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആം ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ആം ഓഫ് ഡിസ്റ്റൻസ് എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി. അപ്പൊ ഇത് നമുക്ക് സിഗ്മ വി സി ഈക്വൽ ടു ഇത് എങ്ങനെ എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ സിഗ്മ വി സി ഈക്വൽ ടു ഫോഴ്സ് മൈനസ് രണ്ട് ഡയറക്ഷനിലാണ് ഫോഴ്സ് പറയുന്നത്. ഈ ഫിഗറിൽ ഇതൊരു ഫോഴ്സ് പോസിറ്റീവ് ഫോഴ്സും ഇവിടുത്തെ ഫോഴ്സ് താഴോട്ടായതുകൊണ്ട് ആരോ താഴോട്ടായതുകൊണ്ട് നെഗറ്റീവ് ഫോഴ്സും ആണ്. അപ്പൊ എഫ് മൈനസ് എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0, വി ഈക്വൽ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ 0 ആയതുകൊണ്ട് സിഗ്മ എഫ് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പൊ മൊമെന്റം ഓഫ് കപ്പിൾ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കപ്പിൾ പറഞ്ഞു, ആം ഓഫ് കപ്പിൾ പറഞ്ഞു, പ്ലെയിൻ ഓഫ് കപ്പിൾ പറഞ്ഞു, പിന്നെ ഇപ്പൊ മൊമെന്റം ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞു. അപ്പൊ ആം ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് പാരലൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസിൽ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ആം ഓഫ് കപ്പിൾ. ഒരു പ്ലെയിനിൽ വരുന്ന കപ്പിളിനെ പ്ലെയിൻ ഓഫ് കപ്പിൾ എന്ന് പറയും. മൊമെന്റം ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. കപ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ടു ഈക്വൽ ഓർ അൺഈക്വൽ പാരലൽ ഫോഴ്സസിനെയാണ് നമ്മൾ എന്താ പറയാ കപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് അതിന്റെ രണ്ട് ഫോഴ്സും ഈക്വൽ, ഈ ഫോഴ്സിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതുപോലെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതാണ് ഈ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞത്. ഇനി കപ്പിൾസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. The couple may be broadly classified into following two categories depending upon the direction in which the couple tend to rotate the body on which it is acting. അതായത് ഈ കപ്പിളിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലോക്ക് വൈസ് കപ്പിൾ എന്നും ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്നും. അപ്പൊ ആദ്യം ക്ലോക്ക് വൈസ് കപ്പിൾ എന്നാണ് നോക്കാം. ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് പോസിറ്റീവ് കപ്പിൾ എന്ന് പറയാം. അപ്പൊ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അത് ക്ലോക്ക് വൈസ് ആയി.
അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിനെ ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ് കപ്പിൾ ആയിരിക്കും. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും തിരിയുക, ഇങ്ങനെ ആയിരിക്കും തിരിയുക. രണ്ടും ക്ലിയർ അല്ലേ? ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിൾ. പ്രോപ്പർട്ടീസിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് two force constituting of a couples are equal in magnitude opposite direction. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ പറയുന്നതാണ്. അത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. രണ്ട് പാരലൽ കപ്ലിംഗ് ഫോഴ്സ് എടുക്കുമ്പോൾ അതിന് ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ഫോഴ്സ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമ്മൾ സിഗ്മ എഫ് ഈക്വൽ നേരത്തെ പറഞ്ഞ കേസാണ്. എഫ് മൈനസ് എഫ് ഈക്വൽ 0 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഹെറിസോണ്ടൽ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയാം. സിഗ്മ എച്ച് ഈക്വൽ 0, സിഗ്മ വി ഈക്വൽ 0 ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടീസ് പറയുന്നത്. അതായത് രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ സം ഓഫ് ഫോഴ്സിന്റെ കപ്പിൾ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി, ദ മൊമെന്റം ഓഫ് കപ്പിൾസ് അബൌട്ട് എനി പോയിന്റ് ഇൻ എ പ്ലെയിൻ ഓഫ് സി ഈസ് കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പൊസിഷൻ ഓഫ് മൊമെന്റം ഇൻ സെന്റർ. അതായത് ഇവിടെ നിന്ന് നമുക്ക് ഇപ്പൊ നേരത്തെ തന്നിരിക്കുന്ന സെയിം ഫിഗർ തന്നെയാണ്. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് O എന്നൊരു പോയിന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. രണ്ട് മാഗ്നിറ്റ്യൂഡ് വന്നിട്ടുണ്ട് എഫും എഫും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ നമ്മൾ പറയുന്നത് മൊമെന്റം ഓഫ് കപ്പിൾ അബൌട്ട് 0. ഈ 0 ഒന്നും കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താവും? മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഈ ഭാഗത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഫ് എക്സ് വന്നു. ഇത് നമുക്ക് മൈനസ് ഡയറക്ഷനിലായിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇതിന് മൈനസ് എഫ് എക്സ് വരും. ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളതാണെന്നുണ്ടെങ്കിലോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ എഫ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിയും പ്ലസ് എക്സ് വരെ വരും. അപ്പൊ നമുക്ക് എന്താവും? എഫ് ഡി പ്ലസ് എക്സ് ആയിരിക്കും. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് എം മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി പ്ലസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇതിനെ ഈ എഫിനെ ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എഫ് ഇൻറ്റു ഡിയും വരും പ്ലസ് എഫ് ഇൻറ്റു എക്സും വരും. അപ്പൊ കൂടെ എഫ് ഡി പ്ലസ് എഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വരും. ഇവിടെ പ്ലസ് എഫ് ഓഫ് എക്സും മൈനസ് എഫ് ഓഫ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി കിട്ടി, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതാണ് നമ്മുടെ കപ്പിൾസ് അബൌട്ട് എനി പോയിന്റ് ഇൻ എ പ്ലെയിൻ ഓഫ് സി കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് എ പൊസിഷൻ ഓഫ് മൊമെന്റ് ഓഫ് സെന്റർ എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ആയിരിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ക്ലിയർ ആണ് ഈ പ്രോപ്പർട്ടി? മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the action of couples on a rigid body does not change if both magnitude of the force and arm of the couples are changed in such a way that the momentum of the couples remains unchanged എന്നാണ്. അതായത് ഇവ രണ്ട് കേസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫോഴ്സ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇതിന് സിമിലർ ആണ് ഇവിടെ തന്നിരിക്കുന്ന ഫോഴ്സും ഡിസ്റ്റൻസും സിമിലർ ആണെന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ നമുക്ക് ഇവിടെ മൊമെന്റ് എടുക്കാം. മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടെ ഫോഴ്സ് 2ഉം ഡിസ്റ്റൻസ് 5ഉം ആണ്. നമുക്ക് മൊമെന്റ് എടുക്കുമ്പോൾ 5 ഇൻറ്റു 2 നമുക്ക് 10 കിട്ടും. സെയിം കേസിൽ ഇവിടെ 1ഉം ഇവിടെ 10 ആണ്. 1 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടി. അപ്പൊ ഈ രണ്ട് ഫിഗറും സിമിലർ ആയിട്ട് വന്നില്ലേ? അതിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സിമിലർ ആയിരിക്കും. അതാണ് നമ്മളോട് പറയുന്നത് ആക്ഷൻ ഓഫ് കപ്പിൾസ് ഇൻ എ റിജിഡ് ബോഡി ഡസ് നോട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സും ആം ഓഫ് ദ കപ്പിളും ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നില്ല. മാഗ്നിറ്റ്യൂഡ് രണ്ടിടത്തും സെയിം ആണ്. കിട്ടുന്ന റിസൾട്ട് മൊമെന്റത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ക്ലിയർ ആണത്? ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്. സെവറൽ കപ്പിൾസിനെ വൺ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ ഒന്നിൽ കൂടുതൽ കപ്പിൾസ് എടുക്കുകയാണെങ്കിലും ക്യാൻ ബി റീപ്ലേസ് ബൈ എ സിംഗിൾ കപ്പിൾസ് ആയിട്ട് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്ലെയിൻ സച്ച് ദാറ്റ് മൊമെന്റം ഓഫ് ദിസ് ആംഗിൾസ് സിംഗിൾ കപ്പിൾ ഈസ് ഈക്വൽ ടു ദ ഓൾജിബ്രൈക് സം ഓഫ് ദ മൊമെന്റം. അതായത് നമുക്ക് ഒരു പ്ലെയിൻ തന്നെ, ഒരു ഫോഴ്സിന് ഒരു പ്ലെയിൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ ചെറിയ ചെറിയ സെക്ഷനായിട്ട് തിരിച്ചിട്ട് അതിന്റെ ആ ടേമിന്റെ ഓൾജിബ്രൈക് സം എടുത്താലും മൊമെന്റത്തിന്റെ ഓൾജിബ്രൈക് സം എടുത്താലും സാധാരണ കേസിൽ എടുത്താലും അതിന്റെ സം തന്നെയായിരിക്കും, മൊമെന്റം തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പറയണം. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കൊരു പാരലായിട്ട് മൊമെന്റം 2 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിന് ഇടയിൽ ഒരു പോയിന്റ് വെച്ചിട്ട് സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഈ സെക്ഷൻ 2 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വേറൊരു പോയിന്റ് 2, 3 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സെക്ഷന്റെ ആദ്യം എടുക്കും. ഇതും ഈ ഒരു ലൈനും വെച്ച് ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് ഒരു ഫിഗറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളത് അടുത്ത ഫിഗറുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാത്രം എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ ഫോഴ്സ് 2, ഡിസ്റ്റൻസ് 5. 2 ഇൻറ്റു 5 നമുക്ക് ഇവിടെ 10 കിട്ടി. പ്ലസ് അടുത്ത ടേം ഇവിടെ 2ഉം
ഇവിടുത്തെ ഫോഴ്സ് 3. അങ്ങനെയാണെങ്കിൽ 2 × 3 നമുക്ക് 6 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടി. അതായത് നമ്മളോട് ഒരു സിംഗിൾ പ്ലെയിനിലെ സെവറൽ കപ്പിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്താലും അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 16 ആണ് കിട്ടിയത്. ഇനി ആ സിംഗിൾ കപ്പിൾ ഒരെണ്ണം എടുത്ത് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ മൊമെന്റം 4ഉം ഡിസ്റ്റൻസ് 4ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് തന്നെ കിട്ടും 60 തന്നെ കിട്ടും. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് പറയുന്നത്? സിമിലർ ആണെന്ന് പറയുന്നത്. അപ്പൊ ഓൾജിബ്രൈക് സം ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കപ്പിൾസിന്റെ മൊമെന്റ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? ഇത്രയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് പറയുന്നത്. അപ്പൊ എത്ര പോയിന്റ് പറഞ്ഞു? 4 പോയിന്റ് ആണ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് two force acting a couples are equal in magnitude opposite direction. നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം കേസ് ആണ്. ഒരു പാരലൽ ഒരു രണ്ട് ഫോഴ്സുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് പറയുന്നത് മൊമെന്റം ഓഫ് കപ്പിൾസ് അബൌട്ട് എനി പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഓഫ് സ്പേസ് കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പൊസിഷൻ ഓഫ് മൊമെന്റം ഇൻ സെന്റർ. ഒരു കോൺസ്റ്റന്റ് സെന്ററിലേക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയായിരിക്കും നമ്മുടെ മൊമെന്റത്തിനോട് ഈക്വൽ ആയിരിക്കും. ഒരു സെന്റർ ആയിട്ട് ഒരു പോയിന്റും കൂടി പൊസിഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി ആക്ഷൻ ഓഫ് കപ്പിൾസ് ഇൻ റിജിഡ് ബോഡി. റിജിഡ് ബോഡിയിൽ ഡസ് നോട്ട് ചേഞ്ച് ഇഫ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫോഴ്സ് ആൻഡ് ആം ഓഫ് കപ്പിൾസ് ആർ ചേഞ്ച്. രണ്ട് കേസ് എടുത്താലും അത് തന്നെ ആയിരിക്കുന്ന പറഞ്ഞത് ഒന്ന് തന്നെ ആയിരിക്കുന്ന പറയുന്നത്. അത് ഒരു റിജിഡ് ബോഡിയിൽ നമുക്ക് ഒരു മാഗ്നിറ്റ്യൂഡും മൊമെന്റം ഓഫ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും അതിൽ ആമും, അതായത് മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ രണ്ട് കേസിൽ എടുത്താലും അത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും, അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അതുപോലെ സെവറൽ കപ്പിൾസിന് വൺ പ്ലെയിനിൽ കുറെ കപ്പിൾസുകൾ നമുക്ക് കൊടുക്കുന്നതും ഒരു സിമ്പിൾ കപ്പിൾസിന് എടുക്കുന്നതും ഇതിന് രണ്ടും ഈ സെവറൽ കപ്പിൾസ് എടുക്കുമ്പോൾ അതിന്റെ ഓൾജിബ്രൈക് സം ഓഫ് മൊമെന്റം കാണാം, സിംഗിൾ കപ്പിൾസിന്റെ മൊമെന്റം കാണാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ 4 പ്രോപ്പർട്ടി പറഞ്ഞത്. 4 പ്രോപ്പർട്ടി ക്ലിയർ ആണല്ലോ? ഇനി റെസൊല്യൂഷൻ ഓഫ് ഗിവൺ ഫോഴ്സ് ഇൻടു ഫോഴ്സ് ആക്ടിങ് ഓൺ പോയിന്റ് ആൻഡ് എ കപ്പിൾ. അപ്പൊ നമുക്ക് ഒരു റിജിഡ് ബോഡി വന്നിരിക്കുന്നു. ആ റിജിഡ് ബോഡിയിൽ ഇപ്പൊ രണ്ട് പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ലൈൻ വന്നിരിക്കുന്നത് എ എന്ന ലൈനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബി എന്ന ലൈനിൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷെ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെന്ന് ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് പറയുന്നത് ഈ ബിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് നോക്കാം. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും ആയിരിക്കും. ഈ എ എന്നുള്ള ലൈൻ അങ്ങനെ തന്നെ കിടന്നോട്ടെ, എ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗർ നമുക്ക് ഇപ്പൊ നേരത്തെ കൊടുത്ത പോലെ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഇത് പാരലായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ സെറ്റ് ചെയ്തൂടെ? അതായത് എ എന്ന ലൈനിലേക്ക് എന്ന ലൈനിൽ നിന്ന് ഫോഴ്സ് ബി എന്ന ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആദ്യം എ ലൈന് മാത്രമേ ഫോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ബി ലൈൻ പ്ലെയിൻ ആയിട്ട് നിൽക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബിയിലേക്ക് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് വരുമ്പോൾ ഒന്ന് പോസിറ്റീവും വരും, ഒന്ന് നെഗറ്റീവും വരും. അപ്പൊ പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 0 ആണ്. അപ്പൊ എന്തായി? 0 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞത് ഇപ്പൊ ഇതിന് ഈ ഒരു ലൈന് തുല്യമാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് തുല്യമായിട്ട് വരും, കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു നമ്മ ഇപ്പൊ പറഞ്ഞ കേസിൽ ഇതിനെ നമുക്കൊരു ഫോഴ്സ്, ഈ ഒരു കേസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് എന്താ ഉണ്ടാവുള്ളൂ? ഈ ബിയില് മാത്രമേ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഈ ഫിഗറിൽ, എഫ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ ഫിഗർ ക്ലിയർ ആണോ? അപ്പൊ ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം വരാം. ഇങ്ങനെ നമുക്ക് ഒരു ലൈനിൽ നിന്നും വേറെ ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പൊ ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു ട്രാൻസ്ഫർ ലൈൻ തന്നിരിക്കുന്നത് സി ടു ബി എന്ന് തന്നിട്ടുണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 10 കിലോ ന്യൂട്ടൺ ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 മീറ്ററും സിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 4 മീറ്ററാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യം നമുക്ക് കാണേണ്ടത് റിസൾട്ടന്റ് എം കാണണം, പിന്നെ റിസൾട്ടന്റ് കാണാം, മൊമെന്റ് കാണാം, പൊസിഷൻ കാൽക്കുലേറ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും റിസൾട്ടന്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണാം, അല്ല മൊമെന്റം കാണാം, റിസൾട്ടന്റ് കാണാം, അതിന്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എ എന്ന പോയിന്റിലായിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ലോഡ് ആക്ട് ചെയ്യുന്നത്.
അപ്പൊ ഇനി നമ്മൾ ഇവിടെ എടുത്ത പോലെ തന്നെ ഒന്നിനെ ബിയിലേക്ക് ആക്കണം എന്ന് പറഞ്ഞേക്കണം. അപ്പൊ എയിലുള്ള ലൈനെ നമ്മൾ എന്ത് ചെയ്യണം, അഫക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ബിയിലേക്ക് ആക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഫിഗർ തന്നെ നമ്മൾ എടുത്ത് ഇവിടെ വരച്ചു. ഇതിന്റെ കൂടെ ബിയിലേക്ക് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ലോഡ് കൊടുത്തു. എയിലേക്ക് കൊടുത്ത സെയിം ഫോഴ്സിൽ തന്നെ ബിയിലേക്ക് 10 കിലോ ന്യൂട്ടണിൽ തന്നെ ബിയിലേക്ക് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്തു. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസിൽ ഡയറക്ഷനിൽ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ വരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് പോയി കിട്ടി അല്ലെ, ഇത്രയും ഭാഗം പോയി കിട്ടും. ബാക്കി ഇവിടെ നമുക്ക് ബിയിലേക്ക് അഫക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പൊ ഇതായിരിക്കും നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുക. ഇതിന്റെ മൊമെന്റം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. ഇവിടെ വരുന്ന ഫോഴ്സ് 10 ആണ്. അപ്പൊ 3 × 10 എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് 30 എന്ന് കിട്ടും. ഇത് 30 എന്നുള്ളത് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഈ 30 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് താഴെ നമുക്ക് ഇതിനെ 13 കിലോ ന്യൂട്ടൺ അടയാളപ്പെടുത്താം. ഈ ഫിഗറും അപ്പോൾ ബാലൻസ് ഇനി വരുന്നത് ഈ ഫിഗർ ആയിരിക്കും. മറ്റേ എ എന്നുള്ള ടേം നമുക്കിവിടെ ഈ ഒരു ടേമിനെ നമുക്ക് കപ്പിളിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ബിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് മാത്രമായിട്ട് ഇവിടെ വരും. ഇതിന്റെ വാല്യൂ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് മൊമെന്റത്തിന്റെ വാല്യൂ ആണ് 13 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണത്? സെയിം കേസിൽ ഇപ്പൊ നമുക്ക് ഒരു കേസിൽ ഇവിടെ ഈ സൈഡിൽ കൊടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത സൈഡിൽ എങ്ങനെയാ വരാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ബി എന്ന പോയിന്റിലാണ് കൊടുത്തത്. ഇതേപോലെ തന്നെ നമുക്ക് സി പോയിന്റിൽ കൊടുത്തൂടെ? ഏത് സൈഡിൽ എവിടെ വേണമെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്റ്റേണൽ നമ്മൾ എടുക്കുന്ന ഈ ഫോഴ്സ് ഈ ബി എന്ന ലൈനിൽ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്താ കൊടുക്കാം, സി ലൈനിന് മാറ്റ് ചെയ്യാം. അപ്പൊ സിയുടെ ലൈനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫിഗറാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അപ്പൊ സിയിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ സെയിം വെയിറ്റ് തന്നെ സിയിലേക്ക് കൊടുത്തു. ഇവിടെ 10ഉം ഇവിടെ 10ഉം വന്നു. ബാലൻസ് ഇവിടെ തന്നെയുള്ള ദൂരം 4 മീറ്റർ ആണ്. ഇനി നമുക്ക് ഈ ഒരു ടേം നമുക്ക് ഇപ്പൊ പാരലായി, ഈ ലൈനും പാരലായി. അപ്പൊ ഇത് ഒരു കപ്പിളായിട്ട് മാറ്റാം. ഇത്രയും ഭാഗം കപ്പിളായിട്ട് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് ഈ സിയിലേക്ക് ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഈ ഫിഗർ കിട്ടും. ഇനി ഇവിടെ നമുക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് കാണുന്നുണ്ടെങ്കിൽ എഫിന്റെ വാല്യൂ 10ഉം ഡിസ്റ്റൻസ് 4ഉം ആണ്. അപ്പൊ എഫ് × 4 ചെയ്യുമ്പോൾ നമുക്ക് 14 കിലോമീറ്റർ കിട്ടും. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്തത്. നേരത്തെ ആന്റി ക്ലോക്ക് ആണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യാം. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 16 17 19 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റിജിഡ് ബാർ എടുത്തിട്ടുണ്ട്, എ ബി എന്നുള്ള ഒരു റിജിഡ് ബാർ. അതാണ് നമുക്കിവിടെ എ തുടങ്ങി ഇവിടെ ബി വരെയുള്ള റിജിഡ് ബാർ എടുത്തിട്ടുണ്ട്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ പോയിന്റ് ഓഫ് സിസ്റ്റം ടു സിംഗിൾ ഫോഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ സിംഗിൾ ഫോഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ ഫോഴ്സ് എം സിസ്റ്റം എയിൽ എഫക്ട് ചെയ്യുന്ന മൊമെന്റവും ഡിയിൽ എഫക്ട് ചെയ്യുന്ന മൊമെന്റവും ഫോഴ്സ് ഓഫ് മൊമെന്റവും ആണ് നമ്മളോട് കാണാൻ പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് 3 കേസാണ് കാണാൻ പറയുന്നത്. റിസൾട്ടന്റ് വെക്ടർ കാണണം, പൊസിഷൻ കാണണം, മൊമെന്റം കാണണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണെന്ന് കാണാം. റിസൾട്ടന്റ് ഫോഴ്സും തീറ്റയും മൊമെന്റവും, ഇത് 3ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കാണേണ്ടത്. ഇത് കാണാൻ വേണം. പിന്നെ നമുക്ക് എ പൊസിഷനിൽ എ എന്ന പോയിന്റിൽ എഫക്ട് ചെയ്യുന്ന ഫോഴ്സും ഡി എന്ന പോയിന്റിൽ എഫക്ട് ചെയ്യുന്ന ഹലോ കട്ടായി പോയിരുന്നു. നമുക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എങ്ങനെ വരാം. ക്വസ്റ്റ്യൻ പറഞ്ഞത് ക്ലിയർ ആയിരുന്നോ? ക്ലിയർ ആയിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ളതും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വാല്യൂ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇതിൽ നിന്ന് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആദ്യം കണ്ടെത്താം. എന്നിട്ട് റിസൾട്ടന്റ് വെക്ടർ കാണാം. അപ്പൊ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് നോക്കിയാൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഇവിടെ ഒരു വാല്യൂസും ഇവിടെ വരുന്നില്ല. ഇങ്ങനെ വല്ല വാല്യൂസ് വരുന്നുണ്ടോ? ഇങ്ങനെ ഒരു വാല്യൂസും വരുന്നില്ല. ഏറ്റവും വെർട്ടിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ഫോഴ്സുകൾ മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. അപ്പൊ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ഒന്നും വരാത്തത് കൊണ്ട് നമുക്കിവിടെ സിഗ്മ എച്ച് ഈക്വൽ ടു 0 തന്നെയാണ്. അപ്പൊ സിഗ്മ എച്ചിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി വെർട്ടിക്കൽ എഫക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കാം.
ഒന്ന് ഇവിടെ M0 തുടങ്ങിയിട്ട് ഇവിടെ വരെയുള്ള എയിൽ M0 തുടങ്ങുന്ന ഫോഴ്സ് ആണ് എടുക്കുന്നത്. M0 വരുന്ന ഫോഴ്സ് 8 ആണ്, അത് പോസിറ്റീവ് ആണ്, ആരോ മുകളിലോട്ടാണ്. ഇനി C പോയിന്റിൽ അഫക്ട് ചെയ്യുന്ന വെയിറ്റ് C ഡൗൺവേർഡ് ആണ്, അപ്പൊ അത് നെഗറ്റീവ് ആവും. അതുപോലെ D ഫോഴ്സിൽ അഫക്ട് ചെയ്യുന്ന ഫോഴ്സ് 8, അതും ഡൗൺവേർഡ് ആണ്, അത് നെഗറ്റീവ് ആവും. ഇനി Bയിൽ അഫക്ട് ചെയ്യുന്ന ഫോഴ്സ് 12, അത് മുകളിലോട്ടാണ്, ആരോ അത് പോസിറ്റീവ് ആവും. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ബിയുടെ വാല്യൂ കിട്ടി 6 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഇനി റിസൾട്ടന്റ് ഫോഴ്സ് കാണാം. റിസൾട്ടന്റ് ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, √സിഗ്മ h² + സിഗ്മ v² ആണ്. h² വാല്യൂ 0 ആണ്, v² വാല്യൂ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടെ 6. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 വരും. 36ന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 6 തന്നെ കിട്ടും. അപ്പൊ ആറിന്റെ റിസൾട്ട് നമുക്ക് നിന്ന് കിട്ടി 6 ആണെന്ന് കിട്ടി. ഇത് ക്ലിയർ അല്ലേ? ഇനി തീറ്റ കാണാൻ ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ v ബൈ സിഗ്മ h ആണ്. സിഗ്മ വിയുടെ വാല്യൂ 6ഉം എച്ചിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് ഇവിടെ 0 ആയിട്ട് വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 0 എന്നത് തീറ്റ 90 ഡിഗ്രിയിലായിരിക്കും. അപ്പൊ നമുക്ക് 3 ടേം കിട്ടി. ഇത് ക്ലിയർ ആണോ? ഇപ്പൊ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക. ഇവിടെ ഇതിന്റെ ഡയറക്ഷൻ അപ്പൊ പോസിറ്റീവ് ആയിരിക്കും. 90 ഡിഗ്രി വരുന്നത് ഇതേപോലെയാണ്. ഫിഗർ വരുന്നത് നമുക്ക് ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും 90 ഡിഗ്രി വരിക. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് സിമ്പിൾ ആയിരിക്കും. ഇനി പൊസിഷൻ ഓഫ് സിഗ്മ മ്യൂ നമുക്ക് കാണണം. സിഗ്മ മ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇത് ഓരോ ടേമിന്റെ നമ്മൾ എവിടെയൊക്കെ കൺസിഡർ ചെയ്യണം? ഈ ഫസ്റ്റ് μ0 കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയിൽ എടുക്കുന്നത് കൊണ്ട് എന്റെ കേസ് നമുക്ക് വേണ്ട. അതായത് മൊമെന്റം കാണുന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം F × D ആണ്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ F × D ആണ്, ഫോഴ്സ് × ഡിസ്റ്റൻസ് ആണ്. നമ്മൾ എവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ പോയിന്റ് എയിൽ ഇവിടെ തുടങ്ങിയിട്ട് ഈ ബിയിൽ ഈ പോയിന്റിൽ വരെയുള്ള മൊമെന്റം ആണ് നമുക്ക് ഓരോ ടേമിന്റെയും കാണേണ്ടത്. എന്നിട്ട് അതിനെ സം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റം ഫുൾ മൊമെന്റം നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പൊസിഷൻ എപ്പോഴും μ0 എപ്പോഴും 0 സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് കൊണ്ട് ഈ ഫസ്റ്റത്തെ കേസ് നമുക്ക് 0 ആയിട്ട് എടുക്കാം. നമുക്ക് ഫസ്റ്റ് കേസ് വേണ്ട, സെക്കൻഡ് കേസിലേക്ക് നടക്കാം. സി എന്ന പോയിന്റിൽ വരുന്ന വെയിറ്റ് 6ഉം അതിന്റെ ഡിസ്റ്റൻസ് 4ഉം. അപ്പൊ 6 × 4 24 കിട്ടും. ക്ലിയർ ആണത്? ഇനി അടുത്ത കേസ്, ഈ ഡി എന്ന പോയിന്റിൽ അഫക്ട് ചെയ്യുന്ന വെയിറ്റ് 8, ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ 4 + 4 8 വരും. അപ്പൊ 8 × 8 64 വരും. ക്ലിയർ ആണോ അത്? ഇനി ബി പോയിന്റിൽ വരുന്നത്, ബി പോയിന്റിൽ ഇവിടെ 12 ആണ്. ഇവിടെ നമുക്ക് രണ്ടും ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് പോസിറ്റീവ് വന്നു. ഇവിടെ ബി എന്ന് പറഞ്ഞത് ഇത് തിരിച്ചു വരുന്നത് ആന്റി ക്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നെഗറ്റീവ് വരും. 12 × ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 4 + 4 8, 8 + 3 വരുമ്പോൾ നമുക്ക് 11 വരും. അപ്പൊ 12 × 11 എന്ന് കിട്ടും. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -44 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. അതാണ് നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ എക്സിന്റെ എക്സ് ഡയറക്ഷനിലുള്ള കാണുന്നത്, എക്സ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? സിഗ്മ MA / R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. MA എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയത് 44 / R വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 6 ആണ്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടി? 7.33 എന്ന് കിട്ടി. അതേപോലെ സിഗ്മ എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അത് നെഗറ്റീവ് ആകാൻ കാരണം എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോഴാണ് നെഗറ്റീവ് വരിക, ക്ലോക്ക് വൈസ് ആകുമ്പോൾ പോസിറ്റീവ് വരും. അപ്പൊ സിഗ്മ എം നമ്മുടെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 7.33 എന്ന് കിട്ടി. ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്തത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് എ എന്ന പൊസിഷനിൽ കൺസിഡർ ചെയ്യാനല്ലേ പറഞ്ഞേക്കണം. അപ്പൊ എ എന്ന പൊസിഷനിൽ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും ഫിഗർ? അതായത് ഇതിന്റെ ആന്റി ക്ലോക്ക് വൈസ് പൊസിഷൻ ആണെന്ന് പറഞ്ഞു. ഇതിന്റെ സെന്ററിൽ, അതായത് ഇപ്പൊ ഈ പോയിന്റ് ആയിരിക്കണം, ഈ 7.33 എന്നുള്ള പോയിന്റിലായിരിക്കണം എന്ത് വരേണ്ടത്? ഈ ഫിഗറിൽ 7.33 വരണം. പിന്നെ നമുക്ക് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് എ എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ എഫക്ട് വരുന്നത് ഈ 7 പോയിന്റ്, അതായത് ഇവിടെ തുടങ്ങിയിട്ട് എ തുടങ്ങി ഡി വരെ 8 ആണ് വരണത് അല്ലെ? ഇവിടെ 4, ഇവിടെ 4, 8 ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 7.33 അപ്പൊ നമുക്ക് ഇതിന്റെ സെന്ററിലായിട്ടായിരിക്കും അടുത്ത ഫോഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സിക്കും ഡിക്കും ഇടയിൽ ഒരു ഫോഴ്സ് 6 കിലോമീറ്ററിലുള്ള ഫോഴ്സും അതിന്റെ ഡിസ്റ്റൻസ് 7.33 കൊടുത്തേക്കുന്നത്.
ഇത് നമുക്ക് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അതിന്റെ പൊസിഷൻ. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് വരച്ചു വെച്ചേക്കണ ഈ ഫിഗർ. ഇത് ക്ലിയർ ആണോ? ഇനി ഈ ഒരു ഫിഗർ വെച്ചുകൊണ്ടാണ് ഫോഴ്സ് ഓഫ് എയും ഫോഴ്സ് ഓഫ് ഡിയും നമുക്ക് കാണേണ്ടത്. അപ്പൊ ഫോഴ്സ് ഓഫ് എ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എയില് ഈ 6 ഇവിടെ തന്നിരിക്കുന്ന 6 കിലോ ന്യൂട്ടണിൽ തന്നെയുള്ള ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എയിലേക്ക് ആക്ട് ചെയ്യുക. അപ്പൊ എയില് 6 കിലോമീറ്റർ മുകളിലേക്ക് ഒരു ഡൗൺവേർഡും അപ്വേർഡും ആയിട്ട് നമ്മൾ എയിലൊരു ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഒരു കപ്പിൾ, ഈ ഡാഷ് ഇട്ട് വരച്ചേക്കുന്ന ഒരു കപ്പിൾ ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ബാലൻസ് ഇങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ. ഈ എയിൽ ഒരു 6 കിലോമീറ്ററോളം വെയിറ്റ് വരുന്ന ഒരു ഫിഗർ മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. അതായത് ഈ ഫിഗർ ഇവിടത്തെ ഇനി നമുക്ക് ഇവിടത്തെ മൊമെന്റം കാണുന്നുണ്ടെങ്കിൽ ഇത് 6 ആണ്. ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് 7.33 ആണ്. അപ്പൊ 6 × 7.33 ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മൊമെന്റം നമുക്ക് 43.98 കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഫിഗർ. ക്ലിയർ ആണോ? അത് എ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡിയിലെ അടുത്ത കാണാൻ പറഞ്ഞ ഡി പൊസിഷനിലാണ് കാണാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സെൻട്രലായിരുന്നു ഈ 6 കിടക്കുന്നത്. ഇത് അവിടെ തന്നെ കിടന്നോട്ടെ. ഇവിടെ നമുക്ക് ഡിയില് ഒരു ഫോഴ്സ് അപ്വേർഡും ഡൗൺവേർഡും കൊടുക്കുക. രണ്ടും 6 കിലോമീറ്റർ തന്നെയാണ് വരിക. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇവിടെ വരെ നമുക്ക് 7.33 ആയിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് മൊത്തം വരുമ്പോൾ എത്ര വരും? ഇത്രയും ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കുറയ്ക്കണ്ടേ? അപ്പൊ ഈ 7.33 മൊത്തം 8 ആയിരുന്നു. അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 80 മൊത്തം ഇവിടെ തുടങ്ങി എ തുടങ്ങി ഡി വരെ 8 ആയിരുന്നു. ഈ 8 നിന്നും ഇവിടെ വരെയുള്ള വാല്യൂ ആണ് നമുക്ക് എന്ന് പറയുന്നത് ഈ 7.33 എന്ന് പറയുന്നത്. അത് 8 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ, അപ്പൊ 8 - 7.33 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.67 കിട്ടും. ഇത് × 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ മൊമെന്റം കിട്ടും. അതാണ് ഇവിടുത്തെ മൊമെന്റം 4.2 K ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് അടുത്ത ഫിഗർ. അപ്പൊ ഇത്രയും ഭാഗം എന്തായിട്ട് പോയി? ഇതില് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതായിരിക്കും നമ്മുടെ കപ്പിള്. ഇതിലേ വരുന്നതായിരിക്കും കപ്പിള്. ബാക്കി വരുന്നത് ഡിയിൽ വരുന്ന ഒരു ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫിഗർ ഇങ്ങനെ വരും. അതിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ കൊടുത്ത 4.02 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കപ്പിൾസും അതിൽ വരുന്ന ആ ഭാഗത്തുനിന്ന് വരുന്ന മെത്തേഡാണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. കപ്പിൾ എന്താണെന്ന് പറഞ്ഞു, അതിൽ വരുന്ന ആം ഓഫ് കപ്പിൾ എന്താണെന്ന് പറഞ്ഞു, പ്ലെയിൻ ഓഫ് കപ്പിൾ പറഞ്ഞു, മൊമെന്റം ഓഫ് കപ്പിൾ പറഞ്ഞു, കപ്പിളിന് 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ക്ലോക്ക് വൈസ് പോസിറ്റീവ് കപ്പിൾ എന്നും ആന്റി ക്ലോക്ക് വൈസിനെ നെഗറ്റീവ് കപ്പിൾ എന്നും പറയും. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, 4 പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ 2 പ്രോബ്ലം പറഞ്ഞു. സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ലൈനിൽ നിന്നും വേറൊരു ലൈനിലേക്ക് കപ്പിൾ ട്രാൻസ്ഫർ ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇത് ഏതൊക്കെ ലൈനിലേക്കാണോ എങ്ങനെയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതുപോലെ വാല്യൂസ് മാറ്റി ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ റിസൾട്ടന്റ് വെക്ടർ കാണാം, തീറ്റ കാണാം, മാഗ്നിറ്റ്യൂഡ് കാണാം. അത് വെച്ചുകൊണ്ട് എവിടെയാണോ നമുക്ക് അടുത്ത ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കണ്ടെത്താം. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഫിഗർ കിട്ടും. ആ ഫിഗറിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യാനും അതിനുശേഷം ഡി പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യാനും പറയുന്നത്. അപ്പൊ എ പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് ഒരു കപ്പിൾ വരയ്ക്കുക, എന്നിട്ട് അതിൽ ബാലൻസ് ഉള്ള ഫിഗർ വരയ്ക്കുക, അതിന്റെ മൊമെന്റം കണ്ടെത്താം. അതുപോലെ ഡി പോയിന്റിൽ വെച്ചുകൊണ്ട് ഡി പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എ പോയിന്റ് എടുക്കുന്നത് നമ്മൾ ഇവിടെ തുടങ്ങി എ തുടങ്ങി സി ഇവിടെ വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ എ പോയിന്റ് എടുക്കുന്നത്. ബി പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഉള്ളൂ. അപ്പൊ ഇത്ര ഡിസ്റ്റൻസേ നമുക്ക് കാണൂ. ഇത്ര ഡിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം 8 ആയിരുന്നു. ആ 8 നിന്ന് 7.33 മൈനസ് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. അത് വെച്ചിട്ട് മൊമെന്റം കാണും. അപ്പൊ ഈ പിടി ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്തേക്ക് പോകാലോ?
ഇനി ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സ്. ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സ് എന്ന് വെച്ചാൽ സിഗ്മ എഫ് സീക്വൽ 0 ആയിരിക്കും, സിഗ്മ എം സീക്വൽ 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞതായിരുന്നു രണ്ടും. ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സിന്റെ കേസിൽ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ സിഗ്മ എഫ് സീക്വൽ 0 ആയിരിക്കും, സിഗ്മ മൊമെന്റം സീക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് സപ്പോർട്ടിന്റെ കേസ് പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സപ്പോർട്ടാണ് വരുന്നത്. ഒന്ന് റോളർ സപ്പോർട്ട് ഉണ്ട്. റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ബീമിലേക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് സപ്പോർട്ട് വിച്ച് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് അലോങ് ദ സർഫസ് ഓൺ വിച്ച് ദേ റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ടൈമിനെ റൊട്ടേറ്റ് ചെയ്തോ അതോ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ പറ്റും നമുക്ക് ഒരു സർഫസിനെ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമുക്കിന്ന് റോളർ എന്ന് പറയുന്നത്. റോളറിന് എപ്പോഴും ഒരു റിയാക്ഷനേ ഉള്ളൂ. ഒരു താഴേക്ക് വരുന്ന ഒറ്റ റിയാക്ഷനെ റോളർ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് പ്രോബ്ലം വരുമ്പോൾ ഇതൊക്കെ അതിലുണ്ടാവും. ഇങ്ങനെ റോളർ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഡയറക്ഷൻ മാത്രമേ റോളറിൽ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അത് ഹെറിസോണ്ടലായിട്ട് ഈ ബീം ഹെറിസോണ്ടലായിട്ട് താഴെ ഹെറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഹെറിസോണ്ടലായിട്ട് ഇതിന് ഒറ്റ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. വെർട്ടിക്കൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വെർട്ടിക്കൽ ഫോഴ്സ് അതിനുണ്ടായിരിക്കില്ല. ഇനി രണ്ടാമത്തെ കേസ് ഇത് റോളർ സപ്പോർട്ട് ആണെങ്കിൽ ഇത് പിൻ അല്ലെങ്കിൽ ഹിഞ്ചിഡ് സപ്പോർട്ട്. പിന്നോ ഹിഞ്ചിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ടായിരിക്കില്ല, ഈ റോളർ ഉണ്ടായിരിക്കില്ല. ഇത് വെറുതെ ഒരു സപ്പോർട്ടും അതുപോലെ ഹിഞ്ചായിട്ടോ പിന്നായിട്ടുള്ള സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രണ്ട് സപ്പോർട്ടിന് ഈ 2 സപ്പോർട്ട് റിയാക്ഷൻ ആണ് വരാം. എന്ന് വെച്ചാൽ ഒന്ന് വെർട്ടിക്കലും സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ ഹെറിസോണ്ടൽ റിയാക്ഷൻ സപ്പോർട്ട് അല്ല റിയാക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെർട്ടിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. വെറുതെ ഹെറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേ ഉണ്ടായിരിക്കുള്ളൂ. റൊട്ടേഷൻ ചെയ്യാം ഓൺലി ഇൻ വൺ ഡയറക്ഷനിലേക്ക് മാത്രം. റൊട്ടേഷൻ ഡയറക്ഷനെ ആയിരിക്കും ഇവിടെ നമ്മൾ റെസിസ്റ്റ് ചെയ്തിരിക്കും. അതാണ് പിൻഡ് സപ്പോർട്ട്. രണ്ട് സപ്പോർട്ട് പറഞ്ഞു, റോൾ സപ്പോർട്ടും പിൻഡ് സപ്പോർട്ടും. പിൻഡ് സപ്പോർട്ട് ആണെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. അവിടെ റെസിസ്റ്റ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് റെസിസ്റ്റ് ഉണ്ടാവും, ഹെറിസോണ്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിൻഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരിക്കും, ഹെറിസോണ്ടൽ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഹെറിസോണ്ടലും വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഓർണ ഉണ്ടായിരിക്കും. ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഇനി ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ കാൻഡിലിവർ ആണ് ഫിക്സഡ് സപ്പോർട്ടിന് എക്സാമ്പിൾ പറയുന്നത്. അവിടെ ഹെറിസോണ്ടലും വെർട്ടിക്കലും മൊമെന്റ് ആയിട്ട് 3 റിയാക്ഷൻ ഉണ്ടായിരിക്കും. റിയാക്ഷൻ ഓഫ് ഫോഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കാം. ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്ന ലോഡ് മാത്രമാണ് റെസിസ്റ്റ് ചെയ്യുന്നത്, ലോഡ് ഉണ്ടായിരിക്കില്ല. ഹെറിസോണ്ടലും വെർട്ടിക്കലും മൊമെന്റവും റിയാക്ഷൻ ഓഫ് ഫോഴ്സ് ആയിട്ട് വരും, പക്ഷെ ലോഡ് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓൾ ടൈപ്സ് ഓഫ് ലോഡ്സിൽ ഹെറിസോണ്ടലും വെർട്ടിക്കലും മൊമെന്റം ഓഫ് റിയാക്ഷൻ ഓഫ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത്. അടുത്ത നമ്മുടെ തേർഡ് മൊഡ്യൂൾ ആണ്. സ്റ്റാർട്ട് ചെയ്യാലോ. തേർഡ് മൊഡ്യൂൾ വരുന്നതാണ് മൊമെന്റം ഓഫ് ഇനർഷ്യ. 2 ടൈപ്പ് ഓഫ് മൊമെന്റം ഓഫ് ഇനർഷ്യ നമുക്ക് പഠിക്കാനുള്ളത്. ഏരിയ ഓഫ് മൊമെന്റം ഓഫ് ഇനർഷ്യയും മാസ് മൊമെന്റം ഓഫ് ഇനർഷ്യയും. മൊമെന്റം ഓഫ് ഇനർഷ്യ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇപ്പൊ നമുക്ക് മൊമെന്റം ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ ഒരു റിജിഡ് ബോഡി ഇതിന് ഫുൾ ഫില്ലാണ്. അതുപോലെ ഹെറിസോണ്ടൽ ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഈ ഒരു സെന്ററിലുള്ള ഈ പൊസിഷന്റെ ഈ ഒരു പോർഷന്റെ മാത്രം ഏരിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏരിയയാണ് ഡി എ. ഇതിനൊരു റെഫറൻസ് ആക്സിസ് വരച്ചിട്ട് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ആർ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെഫറൻസ് ആക്സിസ് ആണ് എ ബി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മൊമെന്റം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ മൊമെന്റം ഓഫ് ഇനർഷ്യയിൽ വരുന്നത് ഇത് ഡി എന്ന് പറഞ്ഞ ഏരിയ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ. ഇവിടെ മൊമെന്റം ഓഫ് ഏരിയ ആണ് കാണേണ്ടത് നമുക്ക്. അപ്പൊ ഏരിയയുടെ കേസിലാണ് നമുക്ക് വരിക. ഡി എന്ന് പറയുന്നത് ആ ടൈമിന്റെ ഏരിയ, ഈ ഒരു ചെറിയൊരു പോർഷന്റെ ഏരിയയാണ് ഡി എ. ഡി എ ഇൻറ്റു ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ മൊമെന്റം ഓഫ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എന്ത് വരും, മൊമെന്റം ഓഫ് ഏരിയ ഈക്വൽ ടു ആർ ഇൻറ്റു ഡി എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഈ ഫിഗറിൽ നിന്നും ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഒരു റിജിഡ് ബോഡി അതിനെ ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പോയിന്റ് എടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ പോയിന്റിന്റെ ഏരിയയാണ് ഡി എന്ന് പറയുന്നത്. അത് റെഫറൻസ് ലൈൻ ആയിട്ടുള്ള
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് R. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ R × d ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് മൊമെന്റം ഓഫ് എലമെന്റ് ഓഫ് ഏരിയ. ഫസ്റ്റ് മൊമെന്റം ഓഫ് എലമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുമ്പോൾ the product of definition വരുന്നത് ഇങ്ങനെയാണ്: the product of R × dA is the first momentum of element area about the reference axis. Reference axisന്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസും ആ ഏരിയ തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് മൊമെന്റം ഓഫ് എലമെന്റ് ഏരിയ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആയിരിക്കും എന്തായിരിക്കും? ഫസ്റ്റ് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഇൻറ്റു വീണ്ടും അടുത്ത ഡിസ്റ്റൻസ് എടുക്കാം. അപ്പൊ RdA × R വരും. അപ്പൊ നമുക്ക് സെക്കൻഡ് മൊമെന്റം ഓഫ് എലമെന്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ R × R² dA എന്ന് കിട്ടും. അപ്പൊ ആ ടേം R² dA ആണ് നമ്മൾ എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റം ഓഫ് എലമെന്റൽ ഏരിയ അബൌട്ട് ദി റഫറൻസ് ആക്സിസ്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊമെന്റം ഓഫ് ഇനർഷ്യ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റഫറൻസ് ഏരിയ ആണ് നമ്മുടെ AB എന്ന് പറയുന്നത്. അപ്പൊ IAB = ഇന്റഗ്രേഷൻ ഓഫ് R² dA. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റം ഓഫ് എലമെന്റൽ ഏരിയ. അത് തന്നെയാണ് മൊമെന്റം ഓഫ് inertia of an area എന്ന് പറയുന്നത്. അപ്പൊ മൊമെന്റം ഓഫ് inertia of an area is the integral of second moment of elemental area about the reference axis ആണ് നമ്മുടെ സെക്കൻഡ് മൊമെന്റം ഏരിയ. അതായത് I = ഇന്റഗ്രേഷൻ ഓഫ് R² dA എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് കേസ് ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് കേസ് പറയുന്നത് രണ്ട് കേസാണ് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഏരിയ ഓഫ് മൊമെന്റം ഓഫ് ഇനർഷ്യയുടെ ഫസ്റ്റ് മൊമെന്റം ഓഫ് എലമെന്റൽ ഏരിയ എന്ന് പറഞ്ഞാല് R × dA ആണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ R² dA ആണ്. അപ്പൊ അതിന്റെ ഇന്റഗ്രേഷൻ ആണ് നമ്മുടെ എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ഇനർഷ്യ ഓഫ് മൊമെന്റം ഓഫ് ഇനർഷ്യ ഓഫ് ആൻ ഏരിയ എന്ന് പറഞ്ഞാല് ഇന്റഗ്രേഷൻ ഓഫ് R² dA ആണ്. ഇനി മൊമെന്റം ഓഫ് മാസ് മൊമെന്റം ഓഫ് ഏരിയ. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് മൊമെന്റം ഓഫ് ഇനർഷ്യ ഓഫ് ഏരിയ ആണ്. ഏരിയയുടെ കേസിലാണ് പറഞ്ഞത്. ഇനി മാസിന്റെ കേസിൽ മാസ് എടുക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? അതൊരു ഫിസിക്കൽ ബോഡിയുടെ ഷേപ്പ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എപ്പോഴും എന്തായിരിക്കും? ഒരു 3D ഷേപ്പ് ആയിരിക്കും വരിക. 3D ഷേപ്പിലുള്ള ഒരു ടേം ആയിരിക്കും വരിക. അപ്പൊ മാസ് ഓഫ് മൊമെന്റം ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബോഡി ഈസ് കോൾഡ് മാസ് മൊമെന്റം ഓഫ് ഇനർഷ്യ. മൊമെന്റം ഓഫ് ഇനർഷ്യ ഓഫ് എ ഫിസിക്കൽ ബോഡി, ഒരു ഫിസിക്കൽ ബോഡിയുടെ മൊമെന്റം ഓഫ് ഇനർഷ്യനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാസ് മൊമെന്റം ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഇനി വരുന്നത് സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് ബോഡി എടുത്തു, അതിന്റെ സെന്ററിലാണ് നമുക്ക് എന്ത് പറയുന്നത്? സെന്ററിലായിരിക്കും അതിന്റെ ആക്സിസിൽ വരുന്ന സെന്ററിലേക്ക് ആയിരിക്കും ഇത് എഫക്ട് ചെയ്യുക. അപ്പൊ സെന്ററിലേക്ക് എഫക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സെൻട്രൽ പോയിന്റ് നമ്മൾ G ആയിട്ട് കൺസിഡർ ചെയ്തു. എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണേണ്ടത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ IG ആണ്. IG-യുടെ ഈ ടേം ഇവിടെയുള്ള ഈ ടേമിന് നമുക്ക് എന്താ പറയാ? IG ഓഫ് എക്സ് ഇൻറ്റു എക്സ്. ഇവിടെ ഒരു എക്സ് ആക്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എക്സ് അവസാനിച്ചു. അപ്പൊ നമുക്ക് സെൻട്രോയിഡ് IG = സെൻട്രോയിഡ് ആക്സിസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് IG-യിലാണ് ഡിനോട്ട് ചെയ്യുക. IGG എക്സ് ആക്സിസിലായിരിക്കും. ഇപ്പുറത്തോട്ട് ഒരു ഈ ലൈനിൽ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താവും? IG, ഇത് വൈ ആക്സിസ് ആണ്, അതുകൊണ്ട് IG YY എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിനെ സെൻട്രോയിഡ് ഓഫ് ആക്സിസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ IG ആണ്. അപ്പൊ ഈ ഒരു സെന്ററിലേക്ക് ആയിരിക്കും അത് ആക്സസ് ചെയ്യാം. അപ്പൊ ദ ആക്സസ് പാസിംഗ് ത്രൂ ദ സെൻട്രോയിഡ് ഈസ് കോൾഡ് സെൻട്രൽ ആക്സിസ്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സെൻട്രൽ ആക്സിസ് എന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് IG വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യാം. ഇത് ക്ലിയർ ആണോ? ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാല് റിജിഡ് ബോഡി എടുത്തു. ഇവിടെ ഈ റിജിഡ് ബോഡിനെ ഇപ്പൊ ഇതിന്റെ ഇതൊരു ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ കംപ്രസ് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പാക്കി മാറ്റിയിട്ട് അത് റെഫറൻസ് ആക്സിസിനോട് എഫക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസും ഇതിന്റെ ഏരിയയും ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ടേമിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇക്വേഷൻ ആണ് I = ഇവിടുത്തെ I = ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, അതായത് കെയുടെ സ്ക്വയർ. I = AK² വരും. K² അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഈ എനെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ K² = I/A വരും. ഇതിൽ നിന്ന് K കാണുന്നുണ്ടെങ്കിൽ √I/A. അതാണ് നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇക്വേഷൻ. ഇക്വേഷൻ ക്ലിയർ ആണോ? ഇക്വേഷൻ വന്നത് ക്ലിയർ ആണോ? ഹലോ.
ഇത് ക്ലിയർ ആയോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ക്ലിയർ ചെയ്യാം. അപ്പൊ സ്റ്റെക്കായി. അപ്പൊ ഒന്നുകൂടി പറയുന്നത്, ഒരു റിജിഡ് ബോഡിനെ കംപ്രസ് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പാക്കി മാറ്റുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തിന് കംപ്രസ് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പാക്കി എടുക്കുമ്പോൾ ഇതുപോലെ വരും. അപ്പൊ അത് ഒരു റെഫറൻസ് ലൈനായിട്ട് തമ്മിൽ ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ കെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടത്തെ ഇതിലത്തെ ഏരിയ എന്ന് പറയുന്നത് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ കാണാനുള്ള ഇക്വേഷൻ, ഇവിടുന്ന് ഈ ഐ കാണാനുള്ള ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു കെ സ്ക്വയർ, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എ ഇൻറ്റു കെ സ്ക്വയർ വരും. ഇതിൽ എനിക്ക് കാണുന്നത് കെയുടെ വാല്യൂ ആണ്. അപ്പൊ കെ സ്ക്വയറിനെ ഇവിടെ നിർത്തിയിട്ട് എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈക്വലിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആയി. അപ്പൊ കെ സ്ക്വയർ ഈക്വൽ ടു ഐ ബൈ എ വരും. കെ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഐ ബൈ എ. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ നോക്കിയേ. കൺസിഡർ ഏരിയ എ എന്നുള്ള ഏരിയ കൺസിഡർ ചെയ്തിട്ട് വിച്ച് ഹാസ് എ മൊമെന്റം ഓഫ് ഇനർഷ്യ ഇൻ ഐ വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് ആക്സിസ് എ ബി. അതായത് മൊമെന്റം ഓഫ് ഇനർഷ്യ ഐ എന്ന ടേമിൽ നമുക്ക് റെഫറൻസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെഫറൻസ് ആക്സിസ് എ ബി ആയിരിക്കും. അതിൽ ഏരിയ എ ആണ്. അങ്ങനെ ഈ ഏരിയ ഓഫ് ഐ എന്ന് പറയുന്നത് ഏരിയ ഈസ് കംപ്രസ്ഡ്. നമുക്ക് ഇതിലത്തെ ഈ ഏരിയനെ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു തിൻ സ്ട്രിപ്പായിട്ട് അത് പാരലൽ ടു ആക്സിസ് ഓഫ് എ ബി ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു കംപ്രസ് ചെയ്തൊരു സ്ട്രിപ്പായിട്ട് എടുക്കാം. ഫോർ ദ സ്ട്രിപ്സ് ടു ഹാവ് സെയിം, ഈ സ്ട്രിപ്സിനും എന്തെന്നായിരിക്കും സെയിം മൊമെന്റം ഓഫ് ഇനർഷ്യ ആയിരിക്കും. അതിൽ ഐ വിത്ത് റെസ്പെക്ട് ടു ദ സെയിം റെഫറൻസ് ആക്സിസ് എ ബി ആയിരിക്കും. ആ സെയിം കേസ് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ദ ഡിസ്റ്റൻസ് കെ എന്ന ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ ആണ് നമുക്ക് പറഞ്ഞ ഐ സി ഈക്വൽ ടു എ കെ സ്ക്വയർ, കെയുടെ വാല്യൂ റൂട്ട് ഓഫ് ഐ ബൈ എ. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞത്, ഫിഗർ വെച്ചുകൊണ്ട് പറഞ്ഞത്. സെയിം തന്നെ, അതിന്റെ തിയറി ഒന്ന് എഴുതി മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് എന്താണ് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ. ഇനി നമുക്ക് ഓരോ ഫിഗറിൽ വരുന്ന സെന്ററിൽ വരുന്ന വാല്യൂസിനെയും സോൾവ് ചെയ്ത് ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതൊന്ന് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവാം. അത് നമുക്ക് റെക്ടാംഗിൾ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഡയറക്ഷനിൽ വൈൽ റെക്ടാംഗിൾ ഷേപ്പിന്റെ സെന്ററിൽ കൂടെ ആയിരിക്കും നമുക്ക് ഇവരുടെ നമുക്ക് മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ജി സെൻട്രൽ വാല്യൂ ജി ആയിട്ട് എഴുതുക. അപ്പൊ ഇവിടുത്തെ ഈ സൈഡ് ഇതായിരിക്കും നമ്മുടെ ബേസ്, ഇതായിരിക്കും നമ്മുടെ ഹൈറ്റ് ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ഡയറക്ഷനിൽ വരുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് കിട്ടും ബി ഇൻറ്റു ബേസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ ക്യൂബ്, ബി ഡി ക്യൂബ് ബൈ 12 കിട്ടും. അതുപോലെ വൈയുടെ കേസ് ആവുമ്പോൾ ഡി ഇൻറ്റു ബി ക്യൂബ് ബൈ 12 വരും. അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു, എയും ബിയും ചേഞ്ച് ചെയ്ത് ഇവിടെ എക്സ് ആക്സിസിലായിരിക്കുമ്പോൾ ബി ഇൻറ്റു ഡി ക്യൂബ് ആയിരിക്കും, വൈ ആക്സിസിലാവുമ്പോൾ ഡി ഇൻറ്റു ബി ക്യൂബ് ആയിരിക്കും. ഇനി ബേസിലാണെന്നുണ്ടെങ്കിൽ ബി ഇൻറ്റു ഡി ക്യൂബ് ബൈ 3 ആയിരിക്കും. ബേസിൽ വരുമ്പോൾ ബൈ 3 വരും. ഇനി ഇത് റെക്ടാംഗിളിന്റെ കേസ്. ഈ ഇക്വേഷനൊക്കെ പ്രോബ്ലത്തിൽ വേണ്ടി വരും, അതുകൊണ്ടാണ് ഇക്വേഷൻ പറഞ്ഞു പോകണം. ഇനി റെക്ടാംഗിളിന്റെ കേസിൽ വരുമ്പോൾ നോക്കിയാൽ റെക്ടാംഗിൾ കേസ് ആണ്, ബേസ് ബിയും ഹൈറ്റ് വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ബേസിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി എച്ച് ക്യൂബ് ബൈ 12 വരും. സെന്ററിൽ വരുന്ന ഇക്വേഷൻ ബി എച്ച് ക്യൂബ് ബൈ 36 വരും. അതുപോലെ ഈ വെർട്ടിക്സിൽ വരുന്ന ഇക്വേഷൻ ബി എച്ച് ക്യൂബ് ബൈ 4 വരും. ക്ലിയർ ആണ് ഇക്വേഷൻ? ഇനി ഈ സർക്കിളിന്റെ ഡയമീറ്റർ, സർക്കിൾ ആണ് വരുന്നുണ്ടെങ്കിൽ ഡി എന്നുള്ള ഡയമീറ്റർ ആണ്. സർക്കിളിന്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും വരുന്ന കേസ്. എക്സ് ആക്സിസിൽ വരുന്നത് പൈ ഡി റേസ് ടു 4/64. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള വാല്യൂ ആണ് ഡയമീറ്റർ. അപ്പോൾ പൈ ഡി റേസ് ടു 4/64 ആയിരിക്കും എക്സ് ആക്സിസിൽ വരുന്നത്. ഐ ബൈയിൽ വരുന്നതും സെയിം കേസ് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ സെയിം ഡയമീറ്ററിനല്ല താഴേക്കും വരുന്നത്. അപ്പൊ ഇത് വൈ ആക്സിസിലും ഇത് എക്സ് ആക്സിസിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ആണ് സെയിം തന്നെ ആയിരിക്കും. പൈ ഡി റേസ് ടു 4/64 സർക്കിളിന്റെ കേസിൽ. ഇനി ഒരു സെമി സർക്കിളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് സൈക്കിളേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബേസിൽ വരുന്നത് പൈ ഡി റേസ് ടു 4 128ഉം എക്സസിന്റെ കേസ് ആകുമ്പോൾ 0.11 ആർ സ്ക്വയറും വൈയുടെ കേസ് ആകുമ്പോൾ അത് പൈ ഡി റേസ് ടു 4 128 ആയിരിക്കും. ഇതൊക്കെ ജസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ക്വാഡ്രാറ്റിക് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും, ഒരു ക്വാർട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എക്സസും വൈ എസും സെയിം തന്നെ ആയിരിക്കും. 0.055 ആർ റേസ് ടു 4 ആയിരിക്കും. ഇനി 0 തുടങ്ങി എ വരെ ഉള്ളതും 0 തുടങ്ങി ബി വരെ ഉള്ളതെന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 256 ആയിരിക്കും. ആർ എന്ന് പറയുന്നതിന്റെ റേഡിയസ് ആയിരിക്കും. ക്ലിയർ ആണത്?
ഇനി നമുക്ക് 2 തിയറമാണ് പഠിക്കാനുള്ളത്. പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതാ മാത്രമേ പ്രോബ്ലം ചെയ്യാം. നമുക്ക് തീർന്നു നോക്കാം. പപ്പൂസ് ഗൈഡ് ലൈൻസ് തീർന്നു നോക്കാം. ഈ പപ്പൂസ് ഗൈഡ് ലൈൻസ് തീർന്ന 2 കേസാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇനി തീർന്നു നോക്കാം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ, വൈകിട്ടത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഈ 2 തീറം നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്. തീറായിട്ടാണ് ചോദിക്കാറ്. അതിന്റെ വേറെ ഒന്നും ചോദിക്കാറ്, തീറം മാത്രമേ വേണ്ടൂ. അപ്പൊ ഈ പപ്പൂസ് ഗൈഡ് ലൈൻസ് തീറം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷനും വോളിയം ഓഫ് ബോഡി ഓഫ് റെവല്യൂഷൻ ആണ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കർവും ഏരിയയും മാറ്റി എഴുതി കഴിഞ്ഞാൽ 2 തീറം നമുക്ക് കിട്ടും. തീറം മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയാം. ഏരിയ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു സർഫസിന്റെ ലൈനിൽ എബൌട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സർഫസ് ലൈനിൽ, ഇപ്പൊ ഒരു ലൈനിൽ ഒരു സർക്കിളിന്റെ ഹാഫ് സർക്കിൾ വെച്ചു. ഈ ഹാഫ് സർക്കിളിന് നമുക്ക് ഇപ്പൊ 3 പോയിന്റ് അടയപ്പെടുന്നുണ്ട്, എയും ബിയും സിയും. ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ കൂടെ ഇങ്ങനെ ഫോം ചെയ്ത് ഡാഷ് ഇട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറി? ഇതൊരു സർക്കിളായി ഇല്ലേ? ക്ലിയർ ആണത്? ഒരു സർഫസ് ലൈനെ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോ അതൊരു സർക്കിളായിട്ട് ഫോം ചെയ്യും. അതേപോലെ ഒരു ഇപ്പോൾ ഒറ്റ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലൈൻ എ പി എന്നുള്ള ഒറ്റ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കർവ് ലൈൻ ഒന്ന് സർഫസിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടും ഇതൊരു കോൺ രൂപം നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റും. അതാണ് സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയ വെച്ചിട്ട് സർഫസ് ഓഫ് റെവല്യൂഷൻ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ഇവിടെ വരുന്നത് ഒരു കർവ് ലൈൻ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ബോഡി ഓഫ് സർഫസ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഭാഗം ഉണ്ടായിരിക്കും. ഇത് കർവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് അതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഏരിയ മൊത്തം കൺസിഡർ ചെയ്യണം. ബോഡിക്ക് വേണ്ടിയിട്ട് ഉള്ളിലുള്ള എല്ലാ ടേമും വേണം. അങ്ങനെയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തെന്ന് കിട്ടും? ഇതൊരു സർക്കിളിന്റെ ഫുൾ ഫിൽ ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഒരു ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺ ഫിൽ ആയിട്ടുള്ള ഒരു ഭാഗം കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ബോഡി റെവല്യൂഷൻ ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കർവ് ലൈൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ തീറം എഴുതുമ്പോൾ തന്നെ എന്ത് കൊടുത്താൽ മതി? ആദ്യത്തെ തീറത്തിൽ കർവ് ലൈൻ ആയിരിക്കും പറയുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തീറത്തിൽ ആ കർവ് ലൈൻ മാറ്റിയിട്ട് ഏരിയ കൊടുത്താൽ 2 നമുക്ക് എളുപ്പത്തിൽ കിട്ടി. എങ്ങനെ വരാൻ നോക്കാം. തീറം വരുന്ന നോക്കിയേ. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ കേസിൽ എടുക്കുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ദ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ്. ഈ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ കർവിലായിരിക്കും. ഈ ഒരു പ്ലെയിൻ കർവിലായിരിക്കും. About a non-intersecting axis in the plane of the curve is equal to the product of the length of the curve and distance of traveled by the center of the curve. അതായത് ഈ ഒറ്റ ഡെഫിനിഷൻ തന്നെ നോക്കാം. ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ്. ഇവിടെ നമ്മൾ പ്ലെയിൻ കർവ് ആണ് എടുത്തതെന്ന് വെച്ചാൽ വെറുതെ ഒറ്റ കർവേ പറയുന്നുള്ളൂ. ഇതാണ് പ്ലെയിൻ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലെയിൻ കർവ് നോൺ ഇന്റർസെക്റ്റിംഗ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കർവ് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിന്റെ ലെങ്ത്, അതായത് ഇവിടെ നിന്നുള്ള ലെങ്ത് ഓഫ് ദ കർവിനും എത്ര ദൂരം സഞ്ചരിച്ചോ അതിന്റെ ഡിസ്റ്റൻസും അതിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എടുക്കാൻ നമുക്ക് ഏരിയ ഈക്വൽ ടു 2π വരുന്നത് ഇവിടെ ഫിഗർ സർക്കിൾ ആയതുകൊണ്ട് 2π y dl കിട്ടും. y എന്ന് പറഞ്ഞതിന്റെ ആക്സിസും ഇതില് dl ലെങ്ത്തും. ഇനി ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2π കോൺസ്റ്റന്റ് ആണ് ഞാൻ പുറത്തേക്ക് ഇടുക. ബാക്കി y dl ഇന്റഗ്രേറ്റ് ചെയ്ത y ഇന്റഗ്രേറ്റ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നത്? y ബാർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇക്വേഷൻ എന്ത് കിട്ടും? 2π y ബാർ l എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഈ ഇക്വേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? അടുത്ത കേസ് നമുക്ക് വോളിയം ഓഫ് ദ ബോഡി ജനറേറ്റ്, മറ്റേ ഏരിയ ഓഫ് ദ ബോഡിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ വോളിയം ആണ് ജനറേറ്റ് ചെയ്യുന്നത്. വോളിയം ഓഫ് ദ ബോഡി ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ ഏരിയ. അവിടെ കർവ് ആയിരുന്നു. ആ കർവ് മാറ്റിയിട്ട് ഇവിടത്തെ കർവ് മാറ്റിയിട്ട് ഇവിടെ ഏരിയ കൊടുക്കുക. ഇവിടത്തെ ഏരിയ മാറ്റിയിട്ട് ഇവിടെ വോളിയം കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ബാക്കി നമ്മൾ പറഞ്ഞത് നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ് ഓഫ് ദ പ്ലെയിൻ ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു, ഇവിടെ നേരത്തെ എന്തായിരുന്നു? intersecting of the
പ്ലെയിൻ കർവ് ആയിരുന്നു. കർവ് മാറ്റിയിട്ട് കർവ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക, ഏരിയ കൊടുക്കുക. ഈ കർവ് മാറ്റിയിട്ട് ഇവിടെ ഏരിയ ആക്കി കൊടുക്കുക. കർവ് മാറ്റിയിട്ട് ഇവിടെ ഏരിയ, ഈ സൈഡ് വരുന്ന ഇവിടെ ഏരിയ ആക്കി കൊടുക്കുക. ഏരിയ is equal to product of length of area and distance traveled by center of the area while the ball is being generated. ഇക്വേഷൻ കൊണ്ടുവരാം. ഇക്വേഷൻ ഇവിടെ നേരത്തെ ഇക്വേഷൻ ഏരിയ ആയിരുന്നു. അപ്പൊ എ നിർത്തും. ഇവിടെ എ is equal to ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ബി is equal to എടുക്കുക. ഇവിടെ ഡി എല്ലിന് പകരം, ഇവിടെ ലെങ്ത്തിന് പകരം ഇവിടെ നമ്മൾ എന്ത് വരും, ഏരിയ വരും. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് 2π ബൈ ഡി എ വരും. ഈ 2π കോൺസ്റ്റന്റ് പുറത്തോട്ട് ഇട്ടു. y ഡി എനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് y ബാർ ഇൻറ്റു ഡി എൻ എ എന്ന് കിട്ടും. അപ്പൊ വോളിയം ഈക്വൽ ടു വി ഈക്വൽ ടു 2π y ബാർ എ എന്ന് കിട്ടും. ക്ലിയർ ആണത്? അപ്പൊ ഒരു തീരം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കർവിനെ മാറ്റി ഏരിയ ആക്കി കൊടുക്കുക. ഏരിയ ഉള്ളത് മാറ്റിയിട്ട് വോളിയം ആക്കി കഴിഞ്ഞാല് രണ്ട് തീറം കിട്ടി. ചോദിക്കാറുണ്ട് 3 മാർക്കിന് ചോദിക്കുന്ന തീറം സ്റ്റേറ്റ്മെന്റ് എഴുതാനായിട്ട് തീറം ചോദിക്കാറുണ്ട്. ഈ രണ്ട് തീറം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കണം. സർഫസ് റെസൊല്യൂഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ സെയിം അത് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. സർഫസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാല് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്ന കർവ് റൊട്ടേറ്റ് ചെയ്യും. അതിന് സിംഗിൾ ലൈൻ, അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ ആക്സിസിൽ ആ സർഫസിനെ റൊട്ടേറ്റ് ചെയ്യാം. ആ സർഫസ് കർവിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ തീറം 1 പറഞ്ഞേക്കുന്നത് പ്ലെയിൻ കർവാണ്. ആ പ്ലെയിൻ കർവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ 2π y ബാർ L വരും. എഴുതുന്ന ലെങ്ത് ഓഫ് ദ കർവും ഡി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻട്രോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ. ഇനി ഇതുപോലെ തന്നെ രണ്ടാം തീരം പറയുന്നത് പ്ലെയിൻ ഏരിയ ആയിട്ടാണ്, വോളിയം ആണ് ജനറേറ്റ് ചെയ്യുന്നത് പ്ലെയിൻ ഏരിയയിൽ. മറ്റേത് ഏരിയയില് കർവ് ജനറേറ്റ് ചെയ്യുന്നിടത്ത് ഇവിടെ വോളിയം ജനറേറ്റ് ചെയ്യും പ്ലെയിൻ ഏരിയയിൽ. അപ്പൊ ഇക്വേഷൻ y ബാർ ഏരിയ മാറ്റി അവിടെ L മാറ്റിയിട്ട് എ ആക്കി കൊടുക്കുക, എനെ മാറ്റിയിട്ട് ബി ആക്കി കൊടുക്കുക. എ എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ദ പ്ലെയിൻ ആൻഡ് y നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രേഡ് ഓഫ് ദ ആക്സിസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും എടുത്ത ടോപ്പിക് ക്ലിയർ ആണോ? ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്ന് വെച്ചാൽ വൈകിട്ടത്തെ ക്ലാസ്സിൽ എടുക്കാം. തീറം പറയുന്നുണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് തീറവും പാരലൽ ആക്സിസ് തീറം പറയുന്നുണ്ട്. അതിന്റെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. ഒരു പ്രോബ്ലം അല്ല, അതിൽ ഇഷ്ടംപോലെ പ്രോബ്ലം ഉണ്ട്. ഏത് ഷേപ്പ് ആണോ ആ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് സെയിം ഇതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെ എല്ലായിടത്തും യൂസ് ചെയ്താൽ മതി. അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസ് തീറവും പാരലൽ ആക്സിസ് തീറവും ഡെറിവേഷനും പറഞ്ഞിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. അത് നമുക്ക് വൈകിട്ടത്തെ ക്ലാസ് ചെയ്യാം. ബാക്കിയുള്ളത് കൂട്ടിയിട്ട് വൈകിട്ടത്തെ ക്ലാസ് ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ എന്ന് പറഞ്ഞത്? ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്നാൽ ഇപ്പോൾ ലീവ് ചെയ്തോ, നമുക്ക് വൈകിട്ട് ക്ലാസ് തിരിക്കാം.